ഹലോ എവരിവൺ, കേരള PSC ഇതുവരെ ആവർത്തിച്ച ചോദ്യങ്ങളുമായാണ് നമ്മൾ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം PWD ലൈൻമാൻ 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിൻറെയിൽ ഈസ് യൂസ്ഡ് ടു മൗണ്ട്. ഡിൻറെയിൽ എന്ത് മൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻ നിങ്ങളൊന്ന് നോക്കി വെക്കുക. എന്താണ് ഡിൻറെയിൽ എന്ന് ചോദിച്ചാൽ കൺട്രോൾ പാനലിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എൻക്ലോഷറിനകത്ത് ഇന്ന് നമ്മൾ ഒഴിച്ചു കൂടാത്ത അല്ലെങ്കിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഡിൻറെയിൽ. സ്റ്റാൻഡർഡൈസ് ചെയ്ത മെറ്റൽ റെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിൻ റെയിൽ എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് വിവിധതരം ഡിൻ റെയിൽസ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിനി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിൻ റെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡിൻ റെയിലിനെ 3 തരമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 3 തരം. അതിൽ ഒന്നാണ് ടോപ്പ് ഹാറ്റ്. ടോപ്പ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ഒരു ക്രോസ് സെക്ഷൻ, തൊപ്പിയുടെ ആകൃതി വരുന്ന ക്രോസ് സെക്ഷനോട് കൂടിയ ഡിൻ റെയിലിനെയാണ് എന്ത് പറയുന്നത്? ടോപ്പ് ഹാറ്റ് ഡിൻ റെയിൽ എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ജി സെക്ഷൻ. ജി ആകൃതി, ഇംഗ്ലീഷ് ലെറ്റർ ജിന്റെ ആകൃതി വരുന്ന ഡിൻ റെയിലാണ് ജി സെക്ഷൻ ഡിൻ റെയിൽ. അതിന്റെ ക്രോസ് സെക്ഷൻ വരയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് സി സെക്ഷൻ ഡിൻ റെയിൽ. അതിന്റെ ഷേപ്പ് വരുന്നത് സി, ഇംഗ്ലീഷ് അക്ഷരം സി. അപ്പോൾ ഇങ്ങനെ 3 തരം ഡിൻ റെയിൽസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ എന്തിനാണ് ഡിൻ റെയിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് റിലേസ് മൗണ്ട് ചെയ്യാൻ, നമ്മുടെ ഇലക്ട്രിക്കൽ എൻക്ലോഷറിനകത്ത് റിലേസ് മൗണ്ട് ചെയ്യാൻ വേണ്ടി. 2 SMPS സ്വിച്ച് മോഡ് പവർ സപ്ലൈ. 3 ടെർമിനൽ ബ്ലോക്സ്. 4 MCBs. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ കോണ്ടാക്റ്റേഴ്സ്, 5 കോണ്ടാക്റ്റേഴ്സ് എക്സെട്ര. ഇതിനൊക്കെ ഈ ഇലക്ട്രിക്കൽ കമ്പോണൻസിനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഡിൻ റെയിൽ ഉപയോഗിക്കുന്നത്. ഡിൻ റെയിലിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീതി 35 mm ആണ്. നീളം ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് കസ്റ്റമൈസ് ചെയ്താണ്. കസ്റ്റമൈസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ട് സാധാരണയായി 1 മീറ്റർ 2 മീറ്റർ ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാറുള്ളത് ഡിൻ റെയിൽസ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, നമുക്ക് ഡ്രില്ല് ചെയ്യണ്ട. ഇപ്പോൾ ഇലക്ട്രിക്കൽ കമ്പോണൻസിനെ ഒരു പാനൽ ബോർഡായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡ്രില്ലിംഗ് പ്രോസസ്സ് അല്ലേ, കൂടുതൽ സമയം എടുക്കുന്ന, കൺസ്യൂം ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രില്ലിങ്. അപ്പോൾ ഡിൻ റെയിൽസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്താൽ മതി? ഹുക്കപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പുഷ് ഡൗൺ ചെയ്തുകൊണ്ടോ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം ഇവിടെ ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. നമുക്ക് പൈസ കുറച്ചുകൂടി ലാഭം കിട്ടും. സമയം ലാഭിക്കുമ്പോൾ ലേബർ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ റീപ്ലേസ്മെൻറ്റും സർവീസൊക്കെ നമുക്ക് എന്താണ്? ഡിൻ റെയിൽസ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും. ഈ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത കമ്പോണൻസ് റീപ്ലേസ് ചെയ്യാനോ അതേപോലെ ഫിക്സ് ചെയ്യാനോ ഒക്കെ നമുക്ക് എന്താണ്? ഈസിയാണ്. അതേപോലെ തന്നെ എല്ലാം എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് ആവുകയും കൂടിയും ചെയ്യാണ്. കാണാൻ കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആവുന്നുണ്ട്. നമ്മുടെ ഓവറോൾ ഇലക്ട്രിക്കൽ ആ സിസ്റ്റം കാണാൻ കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആവുന്നുണ്ട്. സ്പേസ് സേവിങ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനുമായി അടുത്ത സെക്ഷനിലേക്ക് കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്.